അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മനാഫ്. തന്റെ ഇടപെടലിനെ തുടർന്ന് കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും ലോറി ഉടമ മനാഫ് പറഞ്ഞു. അതേസമയം പണപ്പിരിവ് നടത്തിയെന്ന ആരോപണങ്ങൾ മനാഫ് തള്ളി. ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടെന്നും അതിന് പിന്നിലുള്ളവരെ അറിയാമെങ്കിലും ഇനി പ്രതികരിക്കാനില്ലെന്നും മനാഫ് വ്യക്തമാക്കി. ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. ആരെടുത്തും ഒരു രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നെങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും. നല്ല റെഡി കൊണ്ടാണെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ്. അർജുൻ്റെ വിഷയത്തിനെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് തുടങ്ങിയത്. വിവരങ്ങൾ AK അഭിലാഷ് നൽകും. അഭിലാഷ്, ഇതോടെ ഈ വിവാദം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മനാഫ് വാർത്താ സമ്മേളനം തുടങ്ങിയത്. എന്തൊക്കെയാണ് മനാഫ് പറഞ്ഞു വെച്ചത്? തൻ്റെ വൈകാരികമായ സമീപനവും ഇടപെടലും കൊണ്ടാണ് ഷിരൂർ ദൗത്യം ഈ നിലയിലേക്ക് എത്തിയതെന്നാണ് മനാഫ് ഇന്ന് അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ അതിവൈകാരികമായ ഈ ഇടപെടൽ അർജുൻ്റെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നതായും ഇന്ന് മനാഫ് പറഞ്ഞു. അതേസമയത്ത് അർജുൻ്റെ കുടുംബം ഉയർത്തിയ ആരോപണങ്ങൾക്ക് അക്കമിട്ട കൃത്യമായ മറുപടിയാണ് ഇന്ന് മനാഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ പ്രധാനമായും സാമ്പത്തികമായുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു. താൻ പണപ്പിരിപ്പ് നടത്തി എന്നുള്ള ആരോപണങ്ങളെ അദ്ദേഹം നിശിതമായി നിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് പണം ലഭ്യമാകുന്ന മാർഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് തനിക്ക് വേണ്ട, അത് അർജുൻ്റെ കുടുംബത്തിന് കൈമാറണമെന്നുള്ള ഒരു നിർദ്ദേശം താൻ മുന്നോട്ട് വെച്ചത് ചില തെറ്റിദ്ധാരണകൾക്ക് ഇടവെച്ചു എന്നുള്ള കാര്യം കൂടിയാണ് മനാഫ് പറയുന്നത്. അതോടൊപ്പം തന്നെ അർജുന് 75,000 രൂപ മാസ ശമ്പള ഇനത്തിൽ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം മനാഫ് ഇന്ന് സ്ഥിരീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം ബത്ത ഇനത്തിലാണ്. കാരണം 75,000-ഓളം രൂപ അത് കൃത്യമായ ഒരു എമൗണ്ടായി പറയാൻ കഴിയില്ല. ചില മാസങ്ങൾ കൂടുതലായും ചില മാസങ്ങൾ കുറഞ്ഞും അത് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഇന്ന് മനാഫ് കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.